ചേട്ടാ പാല് വേണോ? കുറച്ച് ചേട്ടാ കുറച്ച് കൊടുക്കും. അയ്യോ മണിയറിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ പാല് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ചേട്ടാ ചേട്ടാ ഹെൽത്ത് ഞാൻ കൂടെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. കല്യാണം കഴിക്കാത്ത വ്യക്തികളുണ്ട്, അവരൊക്കെ വന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പറയണമെന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട് ഇഷ്ടം. ഞാൻ ആ വ്യക്തി അങ്ങനെ രീതിയിൽ കണ്ടിട്ടില്ല, ബ്രദർ എന്നുള്ള രീതിയിൽ കണ്ടു. പക്ഷേ നമുക്കൊരു താല്പര്യം വേണ്ടേ? എനിക്കങ്ങനെ പുള്ളിയെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷിനോട് പറഞ്ഞിട്ടില്ല. ഞാൻ അനീഷിന് പറഞ്ഞത് എന്റെ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ. ചേട്ടാ ഇവിടെ എന്തൊക്കെയാ നടക്കണേ? അനീഷേട്ടനെ ഞാൻ തേച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുബായി പോയി അനുമോൾ ഒരു പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ചു. ഈ പ്രസംഗത്തിന്റെ ചൂട് പിടിച്ച് നമ്മളൊക്കെ അങ്ങോട്ട് വീഡിയോ ഇട്ടു. കാരണം അനുമോള് എന്ന് പറയുക അനീഷിനെ തേച്ചിട്ടില്ല എന്നും അനീഷിനോട് എന്തോ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നും ഈ പുള്ളിക്കാരി ഒരു എപ്പിസോഡിൽ പോലും അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞൊരു തള്ള അങ്ങോട്ട് തള്ളി. ഏത് പുട്ട് തിന്നിട്ടുള്ള ഒരു തള്ളേ, ആ തള്ളിയപ്പോൾ നമ്മൾ അതിനെ അങ്ങോട്ട് പൊളിച്ചടുക്കി. അടുക്കിയതുമല്ല, ഈ പറയുന്ന അനുമോളുടെ ചില കുട്ടി ഫാൻസുകളും വലിയ ഫാൻസുകളും ഒക്കെ വന്നുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നോട്ടൊക്കെ കമന്റ് ഇട്ട് അങ്ങോട്ട് തള്ളി. എടാ, ഈ പറയുന്ന അനുമോളോട് അനീഷാണ് പ്രേമനാടകം നടത്തിയത്. കിളവനാണ് അനീഷ്, അനുമോള് ചെറുപ്പക്കാരിയാണ്. കാരണം ഓരോ വർഷം കഴിയും തോറും അനുമോളുടെ വയസ്സ് കുറഞ്ഞു വരുന്നു, അനീഷിന്റെ വയസ്സ് മാത്രം മേപ്പോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഏതാണ്ട് അങ്ങോട്ട് ആക്കാൻ വരുന്നു. എന്നാ പിന്നെ അന്നത്തെ സംഭവങ്ങൾ എന്താണ്? ആരാണ് ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് ആദ്യം തൊട്ടേ ഒരു പ്രേമം കാണിച്ച് ചെന്നത്? ഇതെല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്ത് പറയുന്നു? അപ്പൊ അനുമോടെ ഫാൻസ് ഇതൊന്ന് ചെവി തുറന്നു വെച്ച് കേൾക്കണം കേട്ടോ. ആദ്യം നമുക്ക് കമന്റുകൾ നോക്കിയിട്ട് ഓരോന്നങ്ങോട്ട് പറയാം. ഓക്കെ, കമന്റ് ഇതാണ്. അനീഷിന്റെ കിണ്ടി, ഈ 2ാം കെട്ട് കള്ളക്കിളവനെ ആരെങ്കിലും കെട്ടുമോ? അവന്റെ ലാസ്റ്റ് വീക്ക് പ്രേമനാടകം. ഇതൊരു കമന്റ് ആണേ. അത് കഴിഞ്ഞതിന് ശേഷം ഒരുത്തര എസ്സേ പോലെ അങ്ങോട്ട് എഴുതി വിട്ടിട്ടുണ്ട്. അവൻ എഴുതിയേക്കുന്ന ഇതാണ്, സ്വാമി അപൂർണനാഥനോ എന്ന് പറഞ്ഞുകൊണ്ടിരുത്തന പുള്ളി എഴുതിയിരിക്കുന്നത് ഇതാണ്: അവൻ അവളിൽ നിന്ന് നോ എന്ന വാക്കാണ് പ്രതീക്ഷിച്ചത്. അനുമോൾ കാണിച്ച കുറച്ച് ഫൺ കാര്യങ്ങൾ വെച്ച് മുതലെടുക്കാം എന്ന് കരുതി. സാധാരണക്കാരന്റെ മനസ്സിലാക്കി അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അവനോട് നോ പറഞ്ഞ് അവനെ ചതിച്ചു എന്ന് ഒരു നെഗറ്റീവ് ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അവൾ ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പകരം 2 വർഷം കഴിഞ്ഞിട്ടേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നൈസായിട്ട് അവൾ അത് ക്ലിയർ ചെയ്ത് അനീഷ് ഏട്ടന്റെ സ്ട്രാറ്റജി പൊളിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നൈസായിട്ട് എഴുന്നേറ്റ് പോയി. സ്ത്രീ വിരോധി എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിനെ വരെ കവളിപ്പിച്ച് അകത്ത് കയറിയ അനീഷിന്റെ മുഖംമൂടി നൈസായിട്ട് അനുമോൾ അങ്ങ് കീറി. എന്നാ കീറ്റമായിരുന്നു കീറിയെന്നറിയാമോ? അപ്പൊ ആരുടെ മുഖംമൂടിയാ കീറിയെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഈ എഴുതി അങ്ങ് തള്ളുമ്പോൾ എല്ലാം കൂടെ നോക്കണമല്ലോ. അപ്പൊ വന്ന് 2ാമത്തെ വീക്കിൽ അനീഷിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കി അപ്പാനിയോട്, നിങ്ങൾ എന്തിനാ ഈ അനീഷ് എന്ന് പറയുന്ന പുള്ളിയുടെ പിറകെ നടക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകൾ മൊത്തം പോയത് പുള്ളിയുടെ പേരിലാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പാനി നീ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ച് അവളെ പുച്ഛിച്ച് ആ വീക്കിൽ അനു അവളുടെ ഗെയിം മാറ്റി. പിന്നീട് 98ാമത്തെ ദിവസം വരെയും അവിടുത്തെ മെയിൻ കണ്ടന്റ് അനുമോളായിരുന്നു. അവളുടെ അടുത്താണ് പ്രേമനാടകമായിട്ട് അവൻ ചെന്നത്. പിന്നെ ജിസേൽ കണ്ണാൻതുമ്പി പാട്ട് പാടിയപ്പോൾ അവളോട് ക്രഷ് തോന്നി എന്ന് പറഞ്ഞ സ്ത്രീ വിരോധിയാണ് അനീഷ്. പിന്നെ വിവാഹത്തിനു മുന്നേ 2 പ്രണയം ഉണ്ടായിരുന്നു, പക്ഷേ അവർ വേറെ വിവാഹം കഴിച്ചു എന്ന് അനുവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ പുള്ളി നല്ല 1ാം-തര കോഴിയായിരുന്നു എന്നർത്ഥം. ഇതാണ് അനുമോടെ ഫാൻസുകൾ എഴുതിയിടുന്നത്. ഇതൊന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ എഴുതിയിട്ട കമന്റുകളിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ആദ്യം പറഞ്ഞത് അനീഷ് ഒരു കിളവനാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങിപ്പോയാലോ. ആദ്യം അനീഷ് കിളവനാണെന്ന് പറയുന്ന ആ ആളോട് എനിക്ക് പറയാനുള്ളത്, എടാ 40 വയസ്സെന്ന് പറയുന്ന ഒരു കിളവനാണോടാ? ആണോ? നിനക്ക് എത്ര വയസ്സുണ്ടാ? അപ്പം നീ ഈ പറയുന്ന അനീഷിനെ കിളവനെന്നും ഈ പറയുന്ന അനുമോള് 31 വയസ്സായടാ. അപ്പൊ എന്ത് വിളിക്കണം? അത് നീ ഒന്ന് മനസ്സിലാക്ക്. പിന്നെ 2ാമത്തെ കമന്റിൽ പറഞ്ഞ പോലെ തന്നെ അനീഷാണ് പ്രേമനാടകം നടത്തിയതെന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ആദ്യം തൊട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അനീഷാണോ പറഞ്ഞേ അതോ അനുമോളാണോ ആദ്യം പറഞ്ഞതെന്ന്? ആദ്യം നിങ്ങൾക്കറിയാമല്ലോ, ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഇവർക്കൊന്നും പേഴ്സണൽ ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ബിഗ് ബോസ് തന്നെ കുറച്ച് ഡ്രസ്സുകളാണ് ഇവർക്ക് കൊടുത്തത്. അത് ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് അനീഷിനോട് ആദ്യം തന്നെ അനുമോൾ ഈ ഒരു കാര്യം പറയുന്നത്. അനീഷ് ആണെങ്കിൽ വലിയ കർക്കശക്കാരനായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് അനുമോൾ ആദ്യം പറയുന്നത്. അത് നിങ്ങൾ കേൾക്കുക. അനീഷോട് ഞാൻ സിംഗിളാ, അനീഷോട് സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ. ഒരിക്കലും ജീവിതകാലത്ത് എനിക്ക് സമ്മതമേ അല്ല. കേട്ടല്ലോ, അനീഷ് ഏട്ടാ ഞാൻ സിംഗിളാണ്, അനീഷ് ഏട്ടന് സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ എന്ന് പറഞ്ഞത് ആരാ? അനുമോൾ. അപ്പൊ അനീഷ് എന്താ പറഞ്ഞത്? എനിക്ക് ജീവിതകാലത്ത് എനിക്ക് സമ്മതമേ അല്ല എന്ന് പറഞ്ഞു.
പറഞ്ഞോ? അപ്പൊ ആദ്യം പ്രപ്പോസ് കൊണ്ട് ചെന്നത് ആരാ? അനുമോള്. അതിന്നുകൊണ്ട് തീർന്നില്ല. അനുമോള് പിന്നെ 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 പലവട്ടം അനീഷിന്റെ അടുത്ത് ഇതേ കാര്യം കൊണ്ട് ചെന്നു. അപ്പോ അനീഷ് എന്ന് പറയുന്ന വ്യക്തി പെങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാൻ കുറച്ച് സമയമല്ല, ഈ പറയുന്ന 100 ദിവസത്തിനിടയിൽ അനുമോടെ പ്രവൃത്തികളിൽ കൂടെ മാറി. അതിനിപ്പോ എന്താണ് തെറ്റ്? ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പ്രേമം കൊണ്ടിട്ടത് ഈ പറയുന്ന അനുമോള് തന്നെയാണ്. ഇനിയുണ്ട് കഥ, ഇനിയും കണ്ടു നോക്കൂ. എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അനുമോളുടെ? ചില സന്ദർഭങ്ങളിൽ നമുക്ക് സഹമത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട്. ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ശരിക്കും അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ മേക്കപ്പ് ചെയ്തു തരും. ഈ അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും എനിക്ക് മേക്കപ്പ് ചെയ്തു തരുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രഷിന്റെ കാര്യം ചോദിപ്പിച്ചത് ഈ അനുമോൾ തന്നെയല്ലേ? അല്ലേ? എന്നിട്ട് ഈ അനുമോളെ വിളിപ്പിക്കാൻ വേണ്ടി അനീഷാണ് പ്രേമനാടകം എടുത്തേ എന്ന് പറയുന്ന അനുമോളുടെ ഒരുമാതിരി പിന്നെ ബുദ്ധിയില്ലാത്ത ഫാൻസെ. ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം അത് ജെനുവിൻ ആയതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയോട് പോയി ചോദിച്ചത്. കാരണം അതിന്റെ മനസ്സിലും ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് ജെനുവിനായിട്ട് തന്നെയാണല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ കാണിച്ചു കൂട്ടിയത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അനീഷ് അത് ചോദിച്ചത്. എന്നാൽ അതൊരു നാടകമായിരുന്നു. എന്നാൽ അതൊരു എന്താ പറയുക, അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അനീഷിനെ ഇട്ട് ഈ കോപ്രായം കളിപ്പിച്ച് കാണിച്ചതാണ് എന്നുള്ള കാര്യം അനീഷ് ഓർത്തില്ല. ഇത് പറഞ്ഞു പോകുന്ന റൂട്ട് കണ്ടപ്പോൾ അനീഷ് മനസ്സിലായി ആ അനീഷിനെ തേക്കുകയാണെന്നുള്ളത്. അനീഷ് അവിടുന്ന് പോയി. എന്നിട്ടാണ് അനുമോൾ വന്ന് പറഞ്ഞത് ഞാൻ തേച്ചിട്ടൊന്നുമില്ല, ഞാൻ ഒരു എപ്പിസോഡിൽ പോലും പറഞ്ഞിട്ടില്ല എന്നാണ് അനുമോൾ പറയുന്നത്. അല്ലേ? ഇനി വേണം നമുക്ക് കാണാനുള്ള ചില കാര്യങ്ങൾ, അത് ഞാൻ കാണിച്ചു തരാം. അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല. വിശ്വസിക്കരുത്, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. പിന്നെ നമ്മുടെ അനീഷോട് തന്നെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് അനീഷിന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ എന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത്? ചായ നമ്മുടെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ ചായ ഈ ഭാര്യ ഹസ്ബൻഡിനെ വിളിക്കുന്നത് എന്തുവാ? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാണാൻ. എന്താ ഇച്ചായ നിങ്ങളുടെ നാട്ടിൽ ഈ ഹസ്ബൻഡിനെയൊക്കെ വിളിക്കുന്നത്? അനീഷ് റൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇത് ചോദിക്കുന്നത്. ഇതുകൊണ്ട് നിർത്തിയില്ല. പല സിമ്പലുകൾ, പല കാര്യങ്ങൾ കാണിച്ചു. അതൊന്നും നിർത്താതെ അനുമോളുടെ അടുത്തൊരു ഇഷ്ടം അനീഷ് പറഞ്ഞപ്പോൾ ഈ പറയുന്ന അനുമോൾ പറഞ്ഞുണ്ടാക്കിയതും അനുമോളുടെ ഫാൻസ് പറഞ്ഞുണ്ടാക്കിയതും അനീഷ് വെറും കോഴിയാണ് എന്ന രീതിയിൽ അല്ലേ? അനുമോൾ പറഞ്ഞില്ല, അനുമോളുടെ ഫാൻസ് പറഞ്ഞു കോഴിയാണെന്നുള്ളത്. അനുമോൾ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം എന്നോട് ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹം എങ്ങനെ ആയിരിക്കും എന്നെ കണ്ടിരിക്കുന്നത് എന്നൊക്കെ അനുമോൾ പറഞ്ഞു. പക്ഷെ അനുമോൾ ഈ പറയുന്ന ദുബായ് എപ്പിസോഡിൽ പറഞ്ഞത്, അല്ലെ ദുബായ് ഷോയിൽ പറഞ്ഞത് അനീഷിനോട് ഞാൻ നോ പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷോ കാണുന്ന, ഈ ലൈവ് കണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഈ പുള്ളിക്കാരി പറഞ്ഞതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്, ഈ വീഡിയോയിലുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാക്കി അനീഷേട്ടാ അത് വെറും ആക്ടിംഗ് ആയിരുന്നു, നിനക്ക് മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് ചതിക്കും. അനീഷ് എന്നാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷിനോട് പറഞ്ഞിട്ടില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇവനെ സൂക്ഷിക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വെച്ചാൽ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാരാ? പക്ഷേ നമുക്കൊരു താല്പര്യം വേണ്ടേ? എനിക്കങ്ങനെ പുള്ളിയെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. അതെ, എനിക്കൊരു ഇഷ്ടം വേണ്ടേ? എനിക്ക് ആ പുള്ളിയെ അങ്ങനൊന്നും കാണാൻ പറ്റത്തില്ല. ഷാനവാസിനോടും ആദിലയോടും നൂറയോടും പറഞ്ഞത് ഇതായിരുന്നു. പിന്നെ പറഞ്ഞ എന്തായിരുന്നു ആദിലയോട്? എനിക്ക് ഇതിനൊക്കെ മറുപടി പറയാൻ ഒരു സെക്കൻഡ് മതി ആദില എന്നാണ് പറഞ്ഞത് അല്ലേ? പിന്നെ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നല്ലേ പറഞ്ഞത്? അതോടെ വേണേ ഒന്ന് കണ്ടു നോക്ക്, അതൊന്ന് കണ്ടു നോക്ക്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ചേട്ടന്റെ ക്യാരക്ടേഴ്സ് നോക്കണെങ്കിൽ എനിക്ക് പുള്ളിയടുത്ത് സ്നേഹമുണ്ട്. പക്ഷെ അത് എന്താ പറയണ്ടേ, സമയമൊന്നുമല്ല. അല്ല ലാലേട്ടാ, ഞാൻ അങ്ങനെ ചേട്ടൻ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. അതാണ് ലാലേട്ടാ, പുള്ളിയടുത്ത് നിറച്ച സ്നേഹമുണ്ട്. ഉപരി എനിക്ക് കല്യാണം കഴിക്കാനുള്ള ആ ഒരു സ്നേഹം അല്ലാതെ ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള സ്നേഹം. ഇവിടെ അനുമോൾ പറഞ്ഞത് കേട്ടല്ലോ. പുള്ളിക്കാരിക്ക് കല്യാണം കഴിക്കുന്ന ഒരു ഇഷ്ടമൊന്നും ഈ പറയുന്ന അനീഷിനോടില്ല. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? തേപ്പെന്നാണ്. അല്ലെങ്കിൽ അനീഷിനെ വേണ്ട എന്ന് വെച്ചു എന്നുള്ളതാണ്. അനീഷിന് ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടിയാണ് അവിടെ അനുമോൾ കൊടുത്തത് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച്. ഇഷ്ടമല്ല, അതായത് കല്യാണം കഴിക്കാനൊട്ട് താല്പര്യമില്ല, അനീഷിന്റെ ആ പ്രപ്പോസൽ നിരസിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ അനുമോൾ പറഞ്ഞത് അല്ലേ? പിന്നെ എന്തിനാടാ നീയൊക്കെ വന്ന് കമന്റ് ബോക്സിൽ എഴുതുന്നത്? തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. അനീഷിന്റെ അടുത്ത് ഈ പറയുന്ന അനുമോള് റോസാപ്പൂ ബർത്ത്ഡേക്ക് കൊണ്ട് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. മറ്റാരുടെയും ഒന്നും വേണ്ട, അനീഷിന്റെ കയ്യിൽ നിന്ന് റോസാപ്പൂ വേണം.
അനീഷിനോട് അങ്ങോട്ട് ചോദിച്ചതാണ് അനുമോള്, എന്റെ ബർത്ത്ഡേക്ക് റോസാപ്പൂ കൊണ്ട് തരണേ ചേട്ടാന്ന്. അതും കണ്ടു നോക്ക്. എല്ലാ അനീഷിന്റെ മണ്ടയിലോട്ട് ഇട്ടിട്ട് അനുമോടെ ഫാൻസ് അങ്ങ് കയറി അങ്ങ് മേപ്പോട്ട് പോകുമ്പോ അനീഷിനെ ഒരു എന്തൊക്കെയാ പറയുന്നറിയാമോ, അങ്ങ് മോശക്കാരനാക്കുകയാണ് പിന്നെയും. ഇത് കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, കാരണം ഞങ്ങൾ ലൈവ് കണ്ടതല്ലേ. അപ്പൊ ഇത് പ്രേക്ഷകരെ ഒന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അനുമോൾ അനീഷിന്റെ അടുത്ത് ആ റോസാപ്പൂവിന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊന്ന് കണ്ടു നോക്കുക. പഠിച്ചിട്ടൊന്നും വരില്ല, എനിക്ക് വേണ്ടിട്ട് ഒരു റോസ കൊണ്ടുവന്നാൽ അല്ല, അത് ഇഷ്ടം. ഞാൻ മെയ് 20-ാം തീയതി എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു സാധനം അയക്കും കേട്ടോ, ഗിഫ്റ്റ്. അത് ചില ദിവസം ആയിരിക്കും. നിങ്ങൾ അഡ്രസ് എനിക്ക് തരണം കേട്ടോ. ഇങ്ങനത്തെ കേട്ടല്ലോ, 20-ാം തീയതി ഇങ്ങോട്ട് ഗിഫ്റ്റ് വന്നില്ലെങ്കിൽ ഞാൻ ഇതങ്ങോട്ട് അയക്കും. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യണം, എനിക്കൊരു റോസാപ്പൂ അയച്ചു തരണം. ഇതൊക്കെ അനീഷ് ക്രഷ് എന്ന് പറയുന്നതിന് മുമ്പത്തെ കാര്യങ്ങളാണ്. അന്ന് തൊട്ടേ ഈ അനുമോള് ഈ പറയുന്ന അനീഷിനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ ആയി അവസാനം എത്തിയപ്പോൾ അനീഷിന് ഈ പറയുന്ന അനുമോൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജെനുവിൻ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം ഒരു ക്രഷ് തോന്നിയെന്ന് പറഞ്ഞത്. പിന്നെ ജിസൈലിന് അനീഷിനോട് ഒരു ക്രഷ് ഉണ്ടെന്ന് ജിസൈൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ണാൻ തുമ്പി എന്ന് പാട്ട് പാടിയതും അവരുടെ ഒരു കോംബോ നല്ല രസം തന്നെയായിരുന്നു. അനുമോളുമായിട്ടുള്ള കോംബോയും പ്രേക്ഷകരെ ഏറ്റെടുത്തതാണ്. പക്ഷെ അനുമോൾ ഈ ഒരു രീതിയിൽ അനീഷിനിട്ട് പണിയുമെന്നുള്ളത് ആരും വിചാരിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി എന്തായാലും പിറന്നാളിന് ഒരു റെഡ് റോസ് അയക്കില്ല ഞാൻ വന്നത്. അനീഷേട്ടന്റെ അഡ്രസ്സ് എനിക്ക് തരണം, ഇതുപോലത്തെ ഐറ്റം ഇന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ചോദ്യത്തിന് വരെ അനീഷ് അനുമോളോട് ചോദിക്കുന്നു, ആണോ അനുമോൾ? അനുമോൾ പറയുന്നു ആണോ എന്ന്. ഈ ഒരു ലെവലിൽ നിന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് അനീഷിന്റെ ആത്മാർത്ഥതയ്ക്ക് പോയി ചോദിച്ചത്. അതിനെ പോലും അനീഷിന്റെ ഗെയിമാണ്, അനീഷിന്റെ പിന്നെ മറ്റേതാണ്, അതാണ്, ഇതാണ്, അനീഷ് കിളവനാണ്, കോഴിയാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയില്ലേ. പിന്നെ അനീഷിന് മുമ്പ് ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നു, അത് അനുമോളോട് തുറന്നു പറഞ്ഞു. അനുമോക്ക് എത്ര പേരോട് ഇഷ്ടമുണ്ടായിരുന്നു? ഈ പറയുന്നവന്മാര് അനീഷിനെ മാത്രം ഇങ്ങനെ നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കുന്നല്ലോ. സ്ത്രീ വിരോധി എന്ന്. എന്താടാപ്പ നീ സ്ത്രീ വിരോധി എന്ന് പറയുന്നത്? അഖിൽമാരാര് ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നപ്പോൾ നീയൊക്കെ പറഞ്ഞത് എന്തായിരുന്നു? സ്ത്രീ വിരോധി എന്നല്ലേ. ഈ പറയുന്ന രജിത് കുമാർ പുള്ളിയും പറയുന്നത് പുള്ളി സ്ത്രീ വിരോധി എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. ഈ അനീഷ് അതിന് മാത്രം എന്താണ് അവിടെ ചെയ്തത്? അതായത് ഈ പറയുന്ന വിവാഹമോചനത്തെ കുറിച്ച് സംസാരിക്കുമെന്നാ പറഞ്ഞത്. അതായത് സ്ത്രീ വിരോധത്തിനുപരി വിവാഹമോചനത്തെ കുറിച്ച് സംസാരിക്കും. അത് പുള്ളി വന്ന് അവിടെ സംസാരിക്കുകയും ചെയ്തു. പിന്നെ സ്ത്രീ വിരോധം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഉള്ളിൽ ചെന്ന് അവരോടൊക്കെ ഇടപെട്ടപ്പം അനീഷിന് മനസ്സിലായി അങ്ങനെയൊന്നും അല്ല എന്നുള്ളത്. അനീഷിന് മനസ്സിലായി. അനീഷ് ആ ഒരു ഇത് മാറ്റുകയും ചെയ്തു അല്ലേ. കഷ്ടം. ബുദ്ധി ഉറക്കാത്ത, ഇതുവരെ ബുദ്ധി ഉണരാത്ത കുറെ എണ്ണം വന്ന് കമന്റ് ഇട്ട് മെഴുകുന്നുണ്ട്. പിന്നെ അനുമോൾ എങ്ങും പറഞ്ഞിട്ടില്ല അനീഷിനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുമില്ല. ഞാനൊരു എപ്പിസോഡിൽ പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ, ഇത് കേട്ടു നോക്ക്. കല്യാണം കഴിക്കാത്ത വ്യക്തികളുണ്ട്, അവരൊക്കെ വന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പറയണമെന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇഷ്ടം. ഞാൻ ആ വ്യക്തി അങ്ങനെ രീതിയിൽ കണ്ടിട്ടില്ല. ബ്രദർ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ബ്രദറിൽ അച്ഛനാക്കാൻ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ അങ്ങനൊന്നും കണ്ടിട്ടില്ല, ബ്രദറായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന്. അപ്പൊ മുൻഷിയോട് ഒരു വെളിയിൽ ഇറങ്ങിയാൽ അങ്ങനെ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ വെളിയിൽ ഇറങ്ങിയ എന്തോ അച്ഛനായിട്ട് കാണാൻ പറ്റുമെന്ന് പറയുന്ന അനുമോൾ ഒരു തഗ്ഗൊക്കെ അടിച്ച സംഭവം ഉണ്ടല്ലോ. ഇതും കേട്ടു നോക്കും. അപ്പൊ ഇതൊന്നും എപ്പിസോഡിലല്ലേ അനുമോളെ? ഇതൊക്കെ ഞങ്ങൾ കണ്ട എപ്പിസോഡിലാണ്. ഞങ്ങൾ കണ്ട ലൈവിൽ വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അനുമോള് പലപ്പോഴായിട്ട് അനീഷിനെ ആ പില്ലോയൊക്കെ എടുത്ത് കാണിച്ചില്ലേ, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ പില്ലോയൊക്കെ. ഇതൊക്കെ കണ്ടവരാണ് ഞങ്ങള്. എന്നിട്ട് വന്ന് മെഴുകാൻ അനുമോളും കുറെ എണ്ണം കുട പിടിക്കാനും. പക്ഷെ ഇതൊക്കെ കണ്ട ജനങ്ങളെന്ന നിലയിൽ ഇത് പറയത്തില്ലയോ തിരിച്ച്? അതാണ് ഇപ്പം അനുഭവിക്കുന്നത്. ഓക്കെ, ബാക്കി ഈ പറയുന്ന അനുമോള് അനീഷിന് പാല് കൊടുത്തതിന് ശേഷം അനുമോള് കാണിച്ച ചില കോപ്രായങ്ങൾ അതുകൊണ്ടൊന്ന് കണ്ടുപോകും. മണിയറിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ പാല് ഷെയർ ചെയ്ത്. ഹെൽത്ത് ഞാൻ കൂടെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അയ്യേ അനു, നീ എന്തിനാ നിന്റെ പാല് കൊടുക്കുന്നത് അനീഷേട്ടന്? നീ എന്താ ഒരു കണ്ടസ്റ്റന്റ് കളിക്കാൻ പാല് പകുതി കുടിക്കുന്നത് ഈ ഫസ്റ്റ് നൈറ്റിനൊക്കെ കണ്ടു. ക്രഷ് ആയെന്ന് പറഞ്ഞ അന്നേരം തൊട്ട് തുടങ്ങി വള ഇളക്കം. എപ്പോഴേ കുടിച്ചോ? ഇനി ഞാൻ കഴിക്കുന്നതിന്റെ പകുതി ഞാൻ ചേട്ടൻ തരും. ചേട്ടൻ ഹെൽത്ത് നോക്കേണ്ടത് എന്റെയും കടമയാണ്. ഉത്തമയായ ഭാര്യ. കേട്ടല്ലോ, ഞാൻ കുടിച്ചതിന്റെ ബാക്കി അനീഷ് ചേട്ടൻ കുടിക്കണം. ചേട്ടന്റെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ പറഞ്ഞത് ആരാ? ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അനീഷിന് തോന്നി, അനീഷ് പറഞ്ഞു. എന്നിട്ട് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല അനീഷിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നും ഒരു എപ്പിസോഡിലും പറഞ്ഞിട്ടില്ല എന്നും വന്ന് തള്ളുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് പിന്നെ അനീഷാണ് ഇതിനെല്ലാം തുടക്കമിട്ടതെന്ന് പറഞ്ഞു നടക്കുന്ന അനുമോളുടെ ഫാൻസുകളെ, നിങ്ങൾ ഇത് അറിയണം.
ഒരു ബന്ധം ഞാൻ വെക്കില്ല. വരില്ല 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 നിങ്ങളെ ഞാൻ വീട്ടിൽ വരുത്തും. വരില്ല. എന്റെ ഒരു ജീവിതം പാഴായി പോയി. ഇല്ല 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 ഇല്ല. ആ നിന്റെ കല്യാണം ചേട്ടന്റെ വീട്ടിൽ വെച്ച് നടത്താമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് പറഞ്ഞ അനുമോള് എന്ന്? അപ്പോഴാണ് അനീഷ് അവിടെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇല്ലേ ഇല്ലേ? ഇതൊക്കെ അനുമോളെ, ഇതൊക്കെ എപ്പിസോഡിൽ വന്നതാണ്. പിന്നെ അനുമോടെ ഫാൻസേ, ഇതൊക്കെ ഞങ്ങൾ ലൈവിൽ കണ്ടതാണ് കേട്ടോ. കിട്ടാന്ന് പറഞ്ഞ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം. തൂക്കിയല്ലോ നാദാ. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആലോചന വരില്ല ഇങ്ങനെയാണെങ്കിൽ. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് വന്നിരുന്നപ്പോഴേ എന്താ സംസാരിക്കാൻ വരുന്നത് എനിക്കറിയില്ലല്ലോ. ഞാൻ പിന്നെ ബ്രദർന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിച്ചു. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. എനിക്ക് സെറ്റിൽ ആവാൻ 2.5 വർഷം വേണ്ടി വരും. അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി. അതെന്റെ തെറ്റാണോ? ജെസി മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. അത് തേപ്പാണോ? അത്രേ ഉള്ളൂ. അതും അങ്ങ് വിഴുങ്ങി. ഒരർത്ഥത്തിൽ നീയല്ലേ രാജാവ്, പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയർ. അതെ, പെരും നുണകളുടെ മഹാരാജാവ്. മഹാരാജാവല്ല, മഹാരാജ്ഞിയാണ് അനുമോൾ. അതിന്റെ കൂടെ കുട പിടിക്കാനായിട്ട് കുറെ ആൾക്കാരുമുണ്ട് അല്ലേ? സത്യത്തിൽ അതല്ലയോ സംഭവിച്ചിരിക്കുന്നത്? എന്തായാലും ഈ പറയുന്ന അനീഷും അനുമോളും തമ്മിൽ ഒന്നിച്ച് ഒരു ഇനോഗ്രേഷന് വരികയാണ്. ഞാൻ ഇന്നലെ അത് പറഞ്ഞിരുന്നു. അതിന്റെ പോസ്റ്റർ ഇതാണ്. അവർ രണ്ടുപേരും രാജകുമാരി എന്ന് പറയുന്ന രാജകീയ മംഗല്യം അവരുടെ എന്താ പറയാ ഉദ്ഘാടനത്തിനാണ് വരുന്നത്. 14-ാം തീയതി, ഡിസംബർ മാസം 14-ാം തീയതിയാണ് വരുന്നത്. 10 മണിക്ക് ആണ് അവർ രണ്ടുപേരും ഒന്നിച്ച് എത്തുന്നത്. എന്തായാലും ഇത് കാണാനായിട്ട് ഇരുപേരുടെ ഫാൻസ് വെയിറ്റിംഗ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അനുമോക്ക് ഒന്ന് വെളുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യം ഒരു പ്രേക്ഷകൻ ചോദിച്ചപ്പോൾ അവിടെ കിടന്ന് ഞാൻ നോ പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ അനുമോൾ അത് പറഞ്ഞുണ്ടാക്കിയത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് തൃശ്ശൂരിൽ വെച്ച് അനീഷും ആദിലയും നൂറയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിലെ സീസൺ 5-ലെ റെനീഷ അവരോട് ചേർന്ന ഒരു പ്രോഗ്രാം കൂടെ ഇന്നുണ്ട്. അതായത് 5-ാം തീയതി ഇന്ന് 11 മണിക്ക് ഇന്നുണ്ട്. ഡിസംബർ മാസം 5-ാം തീയതി 11 മണിക്ക്, അതായത് ഇന്ന് അവര് ഉള്ള ഒരു പരിപാടിയുമുണ്ട്. എന്തായാലും അനീഷിന്റെ രാശി തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അനുമോള് കുരുക്കി തന്നെ പെട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അനുമോളെ സ്നേഹിക്കുന്ന കുറെ പേരും. ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കിയാൽ, നിങ്ങൾ കള്ളത്തരങ്ങൾ പറയാൻ നോക്കിയാൽ ഇതുപോലെ ഓരോന്ന് ഞങ്ങൾ പൊക്കിയെടുത്തോണ്ട് വരും. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് വീടിനുള്ളിൽ കാണിച്ചിട്ടുള്ളതും പുറത്തിറങ്ങി പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലെ പൊങ്ങി വരും. അതുകൊണ്ട് കമന്റ് ഇടുമ്പോഴൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കമന്റ് ഇടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ മസ്റ്റ് കമന്റ്. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും